وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة فمن لم يجد فصيام شهرين متتابعين توبة من الله وكان الله عليما حكيما. ആയത്ത് 92 രണ്ടാം ഭാഗം. വഇൻ കാൻ ഇനി കൊല്ലപ്പെട്ട വ്യക്തിയാണെങ്കിൽ മിൻ ഖൗം ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ബൈനക്കും നിങ്ങളുടെയും ബൈനഹും അവരുടെയും ഇടയിലുണ്ട് മീസാഖുൻ കരാറുണ്ട്. ഫദിയത്തുൻ അപ്പോൾ പരിഹാരം നൽകേണ്ടതാണ്. മുസല്ലമത്തുൻ ഇലാ അഹ്ലി ആ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പരിഹാരം നൽകേണ്ടതാണ്. വതഹ്രീറു റഖബത്തിൻ മുഅ്മിന ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഫമൻ ലം യജിദ് ഇനി ആരെങ്കിലും ഇതെത്തിച്ചില്ലെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ തുടർച്ചയായി 2 മാസം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. തൗബതം മിനല്ലാഹ് അല്ലാഹുവിങ്കൽ നിന്നുമുള്ള പശ്ചാത്താപം സ്വീകരിക്കണമെന്ന നിയ്യത്തിൽ 2 മാസം നോമ്പ് പിടിക്കേണ്ടതാണ്. വകാനല്ലാഹു അലീമൻ ഹകീമാ അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തത്വജ്ഞാനിയുമാണ്. ആരെയും മനഃപൂർവ്വം കൊല്ലാനേ പാടില്ല എന്നല്ല, ആരെയും തെറ്റിന്റെയും അടിസ്ഥാനത്തിലും കൊല്ലാൻ പാടില്ല. കാരണം കൊല കളിയും തമാശയുമല്ല, പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പിതാവ് നഷ്ടപ്പെടുന്നത് എന്നല്ല, പിതാമഹൻ നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം വലിയ നഷ്ടമാണ്, പരിഹരിക്കാൻ പറ്റാത്തതായ ശൂന്യതകളാണ്. അതുകൊണ്ട് ഇസ്ലാം കൊലയുടെ വിഷയത്തിൽ വളരെ കടുത്ത നിലപാട് പുലർത്തുന്നു. പ്രത്യേകിച്ചും ഈ ആയത്തിന്റെ ഈ ഭാഗം അമുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇന്നൊരു വല്ലാത്ത പ്രചാരണം നടക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളുടെ ജീവനും രക്തത്തിനും അഭിമാനത്തിനും മുസ്ലിമീങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരിക്കലുമില്ല. മുഴുവൻ മനുഷ്യരുടെയും ജീവൻ, അഭിമാനം, സമ്പത്ത് ആദരണീയമാണ്. നോക്കിനി ആയത്തിൽ പറയുന്നത് വഇൻ കാന മിൻ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ് ഇനി കൊല്ലപ്പെട്ട വ്യക്തി പരസ്പരം സന്ധിയിലുള്ള ജനങ്ങളിൽപ്പെട്ടയാളാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ യുദ്ധമില്ലാ കരാറുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളുമായി പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുകയാണ്. ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യം, ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങളും നമ്മളുടെ സഹോദരങ്ങളാണെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹോദരനാണ്. ഈ സമയത്ത് ഒരു വ്യക്തിയെ മനഃപൂർവ്വം ഒരിക്കലും വധിക്കാൻ പാടില്ല, തെറ്റായ നിലയിലും വധിക്കാൻ പാടില്ല. وَإِن كَانَ مِن قَوْمٍ بَيْنَكُمْ وَبَيْنَهُم مِّيثَاقٌ
നിങ്ങൾക്കും അവർക്കുമിടയിൽ സന്ധിയുണ്ടെങ്കിൽ, കരാറുണ്ടെങ്കിൽ, ഇരുകൂട്ടരും സമാധാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ തെറ്റുപിണഞ്ഞ് വധിച്ചാൽ ഫദിയത്തും മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി വതഹ്രീറു റഖബത്തിൻ മുഅ്മിന, അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം, ഒരടിമയെ മോചിപ്പിക്കുകയും വേണം. പ്രത്യേകിച്ചും ഇമാമുൽ ആദം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വളരെ കർശന നിലപാടുകാരനാണ്. ഒരു സത്യവിശ്വാസിയെ വധിച്ചാൽ ഏതൊരു പരിഹാരമാണ് കൊടുക്കേണ്ടത് അതുപോലുള്ള പരിഹാരം അമുസ്ലിമിനെ വധിച്ചാലും കൊടുക്കണമെന്ന് മഹാനവറുകൾ പറയുന്നു. വലിയ ഗൗരവമുള്ള വിഷയമാണ്. وَإِن كَانَ مِن قَوْمٍ بَيْنَكُمْ وَبَيْنَهُم مِيثَاقٌ. നോക്കിൻ, ആയത്തുകൾക്കിടയിലുള്ള പ്രത്യേകത നോക്കിൻ. കഴിഞ്ഞ ആയത്തിൽ ശത്രുക്കളോട് കർശന നയം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് നേരെ അതിന് മറുഭാഗത്ത് പറയുന്നു, ലോകത്തുള്ളവരെല്ലാം നിങ്ങൾ ശത്രുക്കളായി കാണാൻ പാടില്ല, ആരെയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ജനങ്ങളെപ്പറ്റി മനസ്സിലാക്കി വെക്കണം, ഓർമ്മ വേണം. നിങ്ങളും അവരും തമ്മിൽ യുദ്ധമില്ല, കരാറുണ്ട്, അല്ലെങ്കിൽ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മറന്നുകൊണ്ടുപോലും അവരെ വധിക്കാൻ പാടില്ല. വധിച്ചാലോ പരിഹാരം കൊടുക്കേണ്ടി വരും. وَإِن كَانَ مِن قَوْمٍ بَيْنَكُمْ وَبَيْنَهُم مِيثَاقٌ فَدِيَةٌ مُسَلَّمَةٌ إِلَى أَهْلِهِ وَتَحْرِيرُ رَقَبَةٍ مُؤْمِنَةٍ. ഇനി പറയപ്പെട്ടു, നഷ്ടപരിഹാരം കൊടുക്കാൻ ശേഷിയില്ല എങ്കിൽ കോടതി അത് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനി പറയുന്നു, എന്നാൽ ഇനി ഒരാൾക്ക് അടിമയെ മോചിപ്പിക്കാനുള്ള കഴിവില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിമയില്ല, എന്നാൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം ഫൈനായിട്ട്. ആ നോമ്പിലൂടെ മനസ്സിനെ ശരിക്കും പക്വപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും പിന്നീട് മറ്റുള്ളവരുടെ ദേഹത്ത് തൊടാൻ സൂക്ഷ്മത കാണിക്കുകയും ചെയ്യും. فَمَنْ لَمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ تَوْبَةً مِنَ اللَّهِ. ആർക്കെങ്കിലും അടിമയെ മോചിപ്പിക്കാൻ ശേഷിയില്ലെങ്കിൽ അവർ 2 മാസം നോമ്പ് പിടിക്കണം. മുതതാബിഈൻ, തുടർച്ചയായ 2 മാസം നോമ്പ്. 1.5 മാസം പിടിച്ചു, ഇടയ്ക്ക് വിട്ടു, 2ാമത്തെ 2 മാസം ആരംഭിച്ചാൽ മതി, കുഴപ്പമില്ല. കാരണം പാപം ഗുരുതരമല്ല, വീഴ്ച പാപം നിസ്സാരമല്ല, വീഴ്ച ഗുരുതരമാണ്. ഇനി മേലാ നിങ്ങൾ കത്തിയെടുക്കുന്നത് സൂക്ഷിച്ചു വേണം. എല്ലാവരും സൂക്ഷിക്കണം, അതിന് മുഴുവൻ ആൾക്കാരും പാഠം പഠിക്കണം. ഷഹ്റൈനി മുതതാബിഈനി തൗബതം മിനല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ട തൗബയുടെ മാർഗമാണ്, നിങ്ങൾ പാലിച്ചേ പറ്റൂ. വകാന അല്ലാഹു അലീമൻ ഹകീമാ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെ സാമ്പത്തികമായി ഫൈൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 മാസം നോമ്പ് പിടിക്കുമ്പോൾ മനസ്സിന് നല്ല പരിവർത്തനമുണ്ടാകും. പിന്നെ വാചകങ്ങൾ സൂക്ഷിക്കും, പ്രവർത്തനങ്ങൾ സൂക്ഷിക്കും, എടുത്തുചാട്ടം നിൽക്കും. ഒന്നീ നിയമം ഒന്ന് നടപ്പിലാക്കി നോക്കി വളരെ സൂക്ഷ്മത വരും, ശ്രദ്ധ വരും. വകാന അല്ലാഹു അലീമൻ ഹകീമാ. പടച്ചവൻ വലിയ തന്ത്രജ്ഞനാണ്. അവന്റെ നിയമങ്ങൾക്കിടയിൽ വലിയ വലിയ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ തത്വം, സമാധാനപൂർണമായ അന്തരീക്ഷം വരും. ആൾക്കാര് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. വണ്ടി ഓടിക്കുന്നു, യാതൊരു ശ്രദ്ധയുമില്ല, എവിടെയും കൊണ്ടുപോയി ഇടിക്കൽ.
ആരുടെ ദേഹത്ത് കൊണ്ടുപോയി കേറ്റൽ? പാവപ്പെട്ട പെണ്ണുങ്ങൾ മരിക്കുന്നു. വെറുതെ വിടുകയാണെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അതിൽ സൂക്ഷ്മത വരും. നല്ല ഫൈൻ അങ്ങോട്ട് മേടിച്ചു മര്യാദയ്ക്ക് ബ്രേക്ക് പിടിക്കും. പെണ്ണുങ്ങൾ ആരെങ്കിലും മുമ്പിൽ കൂടി കടക്കുന്നെങ്കിൽ രാജകുമാരിമാരെ പോലെ നടന്നുകൊള്ളാൻ പറയും, സമ്മതിക്കും. ഈ മര്യാദകൾ ഗൾഫ് നാടുകളിൽ നന്നായിട്ട് കാണാൻ സാധിക്കും. ഒരു സ്ത്രീ മുമ്പോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ പാഞ്ഞു വരുന്ന വാഹനം പിടിച്ച് നിർത്തുകയാണ്. ശാന്തമായിട്ട് അവർക്ക് പോകാം. എന്നല്ല, മൃഗങ്ങൾക്ക് പോകാം. എഴുതി വച്ചിരിക്കുന്ന ബോർഡിൽ ഒട്ടകം കടക്കാൻ സാധ്യതയുണ്ട്, വാഹനം സൂക്ഷിച്ചോടിക്കുക. ഒട്ടകത്തിന് ദേഹത്ത് വല്ലതും തൊട്ട് കഴിഞ്ഞാൽ കടുത്ത ഫൈനാണ്. സൗദിയിൽ കടുത്ത ഫൈനാണ്. ഇത് ഒട്ടകങ്ങൾ കടന്നു പോകുന്ന ഭാഗമാണ്, ഒട്ടകങ്ങൾ മേയ്ക്കുന്ന ഭാഗമാണ്. നിങ്ങൾ റഡാറിലൂടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വാഹനം ഓടിക്കണം. മുഴുവൻ കാപ്പിരി പയ്യന്മാരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബ്രേക്കെല്ലാം പിടിച്ച് ഭക്തിയോടെ ഭവ്യതയോടെ വണ്ടി ഓടിക്കുന്നത് കാണാൻ സാധിക്കും. إن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة. ഒരു അമുസ്ലിം സഹോദരൻ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അമുസ്ലിമീങ്ങൾക്കിടയിൽ നിങ്ങളും അവരും നല്ല ബന്ധത്തിലാണ്. പടച്ചോ നല്ല ബന്ധത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നല്ല ബന്ധം തരുമാറാകട്ടെ. നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. പയാമ ഇൻസാനിയത്തിന്റെ പ്രവർത്തനം നടത്തണം, സാഹോദര്യത്തിന്റെ പ്രവർത്തനം നടത്തണം. അതിൽ കൂടി നല്ല അന്തരീക്ഷം വരും. അതിനുശേഷം തെറ്റോടുകൂടി ആരെങ്കിലും വധിച്ചാൽ അവർ പരിഹാരം കൊടുത്തേ പറ്റൂ. കൊടുക്കാൻ പറ്റുന്നില്ല, فمن لم يجد فصيام شهرين متتابعين. തുടർച്ചയായി 2 മാസം നോമ്പ് പിടിക്കണം, 60 ദിവസം നോമ്പ് പിടിക്കണം. എന്തൊരു കടുപ്പമാണ്! അല്ല, ഒട്ടും കടുപ്പമല്ല. ജീവിതം നന്നാകും. തെറ്റുകുറ്റങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അബദ്ധങ്ങളിൽ നിന്നും മാറാനുള്ള വഴിയാണ് നോമ്പ് പിടിക്കൽ. ആത്മനിയന്ത്രണം വരും. അതിലൂടെ ആത്മാവിന് വലിയ ശക്തിയും വരും നോമ്പിലൂടെ. മുതതാബിഈനി തൗബതം മിനല്ലാഹ്. ഇത് അല്ലാഹു പഠിപ്പിക്കുന്ന തൗബയുടെ മാർഗമാണ്. വകാനല്ലാഹു അലീമൻ ഹകീമാ. കാരുണ്യവാനായ അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനാണ്. പടച്ചവന്റെ ഓരോ നിയമങ്ങളുടെ പിന്നിലും അവന്റെ അപാരമായ അറിവും തന്ത്രജ്ഞതയും നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.